ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് കാക്ക. ഞാൻ അഖില വിപിൻ. ഇപ്പോൾ ഈ കോടതി വിധി വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആകെ ഒരു ഡൗട്ടായി അല്ലേ, ഇനി സെറ്റ് എക്സാം പാസ്സായതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും കാര്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു MSc പഠിച്ച് BEd പാസ്സായതെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു സ്വപ്നത്തെ മുൻനിർത്തിയായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷൻ എന്ന് പറയുന്നത്. ആ സ്വപ്നം ഇപ്പോഴും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നിലവിലെ ഒരു അവസ്ഥ അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോടതി വിധി വന്നതിന് മുമ്പ് വരെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തെങ്കിൽ നമുക്ക് കേറ്ററ്റ് വേണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കേറ്ററ്റ് 3ഓ ഇല്ലെങ്കിൽ കേറ്ററ്റ് 1ഓ 2ഓ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇനി നിലവിലുള്ള സ്ഥിതി മാറി വന്നേക്കാം. കാരണം ഇപ്പോൾ നിലവിൽ നെറ്റുള്ളവർക്ക് സെറ്റ് വേണ്ട എന്നാണ് അല്ലേ. ആ അവസ്ഥയും മാറിയേക്കാം. നിലവിൽ ഇനി വരുന്ന എക്സാമുകളിൽ പോലും HSST എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് എക്സാം പാസ്സാകണം എന്നൊരു വ്യവസ്ഥ കൂടി വന്നു എന്ന് വിചാരിക്കുക. അന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കണോ? വേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്നേ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ വളരെ സേഫായി അല്ലേ. ഇന്ന് ഞാനൊരു സെറ്റ് എക്സാം പാസ്സായെന്ന് വിചാരിച്ച് നാളെ മുതൽ പുസ്തകം മടക്കി വെച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഒരു 3 വർഷത്തെ കാലയളവുണ്ടല്ലോ, കാരണം HSSTക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ ഒരു 3 വർഷത്തെ കാലയളവുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഇതങ്ങ് പാസ്സായാൽ മതിയെന്ന്. നമ്മൾ ഓടിച്ചെന്നങ്ങ് എക്സാം എഴുതുമ്പോഴേക്കും പാസ്സായി വരേണ്ട ഒരു എക്സാം അല്ല ഈ സെറ്റ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും എക്സാം എഴുതുന്നതിനകത്ത് 100 പേരിൽ ഒരാൾ മാത്രമാണ് ഫസ്റ്റ് ടൈം അതങ്ങ് പാസ്സായി പോകുന്നത് അല്ലേ. ബാക്കി എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഈ സെറ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്ത് ജയിച്ചിട്ടുള്ളവരെ നമുക്കറിയാം. കാരണം നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇതിന് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇനി നാളെ പഠിക്കാം ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയട്ടെ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. എത്രയും പെട്ടെന്ന് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും സേഫായി അല്ലേ. എന്തായാലും HSST നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു നോട്ടിഫിക്കേഷനല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരാനുണ്ട്. ആ സമയം ഇനിയിപ്പോൾ ഇത്ര നേരത്തെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ലല്ലോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ കളയാനുള്ള കാലയളവല്ല. ആ കാലയളവിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, പഠിക്കാം. എന്തിനു വേണ്ടിയിട്ട് പഠിക്കാം? HSSTക്ക് വേണ്ടിയിട്ട് പഠിക്കാം അല്ലേ. ഒന്നാമത്തെ റാങ്കും രണ്ടാമത്തെ റാങ്കും ഒന്നാമത്തെ റാങ്കും രണ്ടാമത്തെ റാങ്കൊക്കെ ക്ലിയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ഒരു 3-4 വർഷം HSSTക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച ഒരു ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. എന്ന് വെച്ചാൽ ഏതൊരു എക്സാംസ് പാസ്സാകുന്നതിന് പിന്നിലും അതിൻ്റെ പിന്നിലൊരു കഠിന പ്രയത്നമുണ്ട്. ആ കഠിന പ്രയത്നം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി അധ്യാപികയാണ് അല്ലേ. ആ സ്വപ്നത്തിലോട്ട് നടന്നു കയറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള ഫസ്റ്റ് പടിയായിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്ന സമയം അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സെറ്റ് എക്സാം എഴുതണോ വേണ്ടയോ എന്ന് ആശങ്കപ്പെടേണ്ട ആവശ്യമേ ഇല്ല. സെറ്റ് എക്സാം നിങ്ങൾ എഴുതണം. നിലവിൽ വരുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലയളവിൽ പോലും ഒരു HSA ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. കാരണം ആധാർ കമ്മിറ്റി നിലവിൽ വന്നു കഴിഞ്ഞാൽ HSA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ അന്നും ഒരു മാറ്റങ്ങളും ഇല്ലാതെ തുടരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് തന്നെയായിരിക്കും? HSST തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക അല്ലേ. എവിടെ നിന്നും മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകണമെന്നുള്ള സ്വപ്നത്തെ നിലനിർത്തിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് എക്സാം പാസ്സായേ മതിയാവും. ഇനി ഈ സെറ്റ് എക്സാം എഴുതി കഴിയുന്നവരെ സംബന്ധിച്ച് മുമ്പിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് അല്ലേ. ഇപ്പോൾ പലർക്കും തോന്നും സെറ്റ് എക്സാം എഴുതുന്നതിൽ നല്ലത് നെറ്റ് എക്സാം അല്ലേ എഴുതുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ചെന്ന് എഴുതിയെടുക്കാൻ കഴിയുന്ന എക്സാമാണോ? നിങ്ങൾ ഒരു തവണയെങ്കിലും നെറ്റ് എക്സാം അപ്പിയർ ചെയ്തിട്ടുള്ള, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പിയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമല്ല അല്ലേ. ഇതിനും വളരെ ഡീപ്പായിട്ടുള്ള ഒരു പഠനം ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു ബേസ് ലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റ് എക്സാമിനെ കാണാം. സെറ്റ് എക്സാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ വരും. പിന്നീട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്തൂടെ? തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാം. വെറുതെ പ്രിപ്പയർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് സെറ്റ് എക്സാം എഴുതണോ വേണ്ടയോ, ഇല്ലെങ്കിൽ ഇനി അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരെ കാത്തിരിക്കണോ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യണം, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങണം. കാരണം നോട്ടിഫിക്കേഷനുള്ള സമയം ഇനിയുമുണ്ട്. നമ്മുടെ CCയിൽ ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങും.